പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മെയ് മാസ വണക്കം 9-ാം തീയതി. കന്യകാമറിയം വിധവകളുടെ മാതൃക. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലും നസ്രത്തിലെ തിരുക്കുടുംബത്തിലും ഭർത്താവായ യൗസേപ്പിനോടും മകനായ യേശുവിനോടുമൊപ്പമാണ് നാം കന്യകാമറിയത്തെ കാണുന്നത്. 40 ദിവസം പ്രായമായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ പോയപ്പോഴും 12-ാമത്തെ വയസ്സിൽ കാണാതായ യേശുവിനെ അന്വേഷിച്ച് നടന്നപ്പോഴും മാതാവിനോടൊപ്പം യൗസേപ്പിനെയും നാം കാണുന്നു. 32-ാമത്തെ വയസ്സിൽ വിധവയായ മറിയം പഴയ നിയമത്തിലെ മാതൃകാ വിധവകളായ സാറ, റൂത്ത്, എലീശ്വ തുടങ്ങിയവരെ പോലെയും സീദോനിലെ സറെഫാത്തിൽ ഏലിയ പ്രവാചകനെ പോറ്റിയ വിധവയെപ്പോലെയും ത്യാഗങ്ങൾ അനുഷ്ഠിച്ചും സേവനം ചെയ്തും ദൈവഹിതം നിറവേറ്റി വർത്തിച്ചു. ഇത്തരുണത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ വിധവകളെ സംബന്ധിച്ച് തൻ്റെ ശിഷ്യനായ തിമോത്തിക്കെഴുതിയ കത്തിലെ പ്രസക്ത ഭാഗം ശ്രവിക്കുക. വിധവകൾ ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് പ്രാർത്ഥനയിലും സൽപ്രവൃത്തികളിലും വ്യാപൃതരാകണം. ചെറുപ്പക്കാരികളായ വിധവകൾ ആഡംബരങ്ങളിലും സുഖലോലുപതയിലും നിന്നൊഴിഞ്ഞു വർത്തിക്കണം. മതപരമായ കർത്തവ്യവും മാതാപിതാക്കളോടുള്ള കടമയും നിറവേറ്റി ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യയാവണം. മക്കളെ ഉത്തരവാദിത്വത്തോടെ സന്മാതൃക നൽകി വളർത്തണം. വേദനിക്കുന്നവരെ സമാശ്വസിപ്പിക്കണം. സൽപ്രവൃത്തികൾക്കായി സമയം ചെലവഴിക്കണം. അലസകളായി വീടുകൾ തോറും ചുറ്റി നടക്കരുത്. അപവാദങ്ങൾക്ക് ഇട കൊടുക്കരുത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി തലയിടരുത്. ദുർവൃത്തരുടെ പ്രേരണ ജാഗ്രതയോടെ ചെറുക്കണം. കന്യകാമാതാവിൻ്റെ മാതൃകയിൽ നിന്നായിരിക്കണം വിശുദ്ധ ശ്ലീഹ ഈ ആദർശം ഉൾക്കൊണ്ടിട്ട് ശിഷ്യനായ തിമോത്തിക്ക് എഴുതിയത്. നമുക്ക് പ്രാർത്ഥിക്കാം. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ മാതാവായ മറിയത്തിനും വളർത്തുപിതാവായ യൗസേപ്പിനും കീഴ്വഴങ്ങി ജീവിച്ച ഈശോനാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. വിധവയായ അമ്മയെ ശിഷ്യനായ യോഹന്നാൻ്റെ സംരക്ഷണത്തിന് ഏൽപ്പിച്ച അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധ കന്യകാമാതാവെ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർക്കും ഭാര്യമാർ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർക്കും മക്കൾ നഷ്ടപ്പെട്ട ദമ്പതികൾക്കും ആവശ്യമായ എല്ലാ സംരക്ഷണവും പ്രാർത്ഥിച്ചു നൽകണമേ. അങ്ങയെ അനുകരിച്ച് മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ വിധവകളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്കു വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സുഹൃതജപം. മാതാവേ, ബഹുമാനത്തിൻ്റെ പാത്രമേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.